സ്നേഹമുള്ളവരെ, അമേരിക്കയിലെ ചില ഇംഗ്ലീഷ് പള്ളികളിൽ ക്രിസ്മസ് കാലഘട്ടമായാൽ അവിടുത്തെ യുവജനങ്ങളെല്ലാവരും വലിയ ഉത്സാഹത്തിലാണ്. നേരിട്ട് അനുഭവിച്ചറിയാനിടയായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓരോ പള്ളികളുടെ അടുക്കലും ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 ഓൾഡ് ഏജ് ഹോമുകൾ ഉള്ളത് സ്വാഭാവികമാണ്. ഈ ക്രിസ്മസ് കാലയളവിൽ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ കരോളിനായിട്ട് ഒരുപക്ഷെ യൂണിറ്റ് അടിസ്ഥാനത്തിലും ഒക്കെ നമ്മൾ എല്ലാ കുടുംബങ്ങളിലും കയറി ഇറങ്ങാറുണ്ട്. എന്നാൽ ഈ പള്ളികളിലെ യുവജനങ്ങൾ ഈ ഓൾഡ് ഏജ് ഹോമുകൾ അവിടേക്ക് പോകുവാനാണ് തയ്യാറാവുക. പെട്ടെന്നൊന്നും അവരങ്ങോട്ട് കയറി ചെല്ലില്ല. ഏതാനും ആഴ്ചകൾ കരോൾ സോങ് ഒക്കെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല സോങ്ങുകളൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ അവർക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കരുതിക്കൊണ്ട് ഓരോ ഇടവകയിലെയും ടീനേജേഴ്സ് ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഓൾഡ് ഏജ് ഹോമിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ മുതൽ സാധാരണക്കാരായ ആൾക്കാർ വരെ അവിടെ ഉണ്ട്. അവരെല്ലാവരും സന്തോഷത്തോടെ തന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഏകാന്തതയിലൂടെ കടന്നു പോവുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. കാരണം ഒരുപക്ഷെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ഈ യുവജനങ്ങളുടെ സാന്നിധ്യം അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഏകദേശം 1.5 മണിക്കൂർ സമയം ഈ യുവജനങ്ങൾ ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ കരോളിന് പോകുന്ന സമയത്ത് അവിടെയുള്ളവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യും. നല്ല നല്ല ക്രിസ്മസ് ഗാനങ്ങളൊക്കെ പാടും, ഡാൻസ് കളിക്കും. അത് കഴിയുമ്പോൾ അവർ കൊണ്ടുപോയ ഭക്ഷണ പദാർത്ഥങ്ങളും കേക്കുകളും ഒരുമിച്ചിരുന്ന് കഴിക്കുവാനായിട്ട് തയ്യാറാകും. ഏറ്റവും സന്തോഷം നൽകുന്ന, വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കരോൾ. ഇതുപോലുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ളൊരു പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് ആദ്യമൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ലായിരുന്നു. എന്നാൽ പലതും നേരിട്ട് കാണുവാൻ സാധിച്ചു, പലതും അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചപ്പം മനസ്സിലായി, നന്മയുള്ള എത്രയോ വ്യക്തികൾ, എത്രയോ കുടുംബങ്ങൾ, എത്രയോ യുവജനങ്ങൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് എന്ന്. ന്യൂജൻ, ജെൻസി, ജെൻ ആൽഫ, ഈ ചർച്ചകളൊക്കെ, നമ്മുടെ തലമുറകളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇന്ന് സ്വാഭാവികമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയ തലമുറയെ, യുവാക്കളെയൊക്കെ, കുഞ്ഞുമക്കളെയൊക്കെ എങ്ങനെയാണ് കാണുവാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പുതിയ തലമുറയെ നമ്മൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ചില മാറ്റങ്ങളൊക്കെ അവരിൽ സംഭവിച്ചിട്ടുണ്ട്, അത് സ്വാഭാവികമാണ്. എന്നാൽ പരസ്യമായി അവഹേളിക്കാതെ അവരെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും യുവജനങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, യുവജനങ്ങളാണ് സഭയുടെ ശക്തിയെന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും യുവജനങ്ങളുമായി സംവദിക്കാറുണ്ടായിരുന്നു. അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളുമൊക്കെ നേരിട്ടറിയുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രമിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, യുവജനങ്ങളാണ് നമ്മുടെ ശക്തി. നമുക്കറിയാം, നസ്രത്തിലെ കുടുംബത്തിൽ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് ഈ നിമിഷം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, 1-2 പേരൊക്കെ ഉള്ളൂ മിക്ക കുടുംബങ്ങളിലും. അവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് മാതാപിതാക്കൾ വളരെയധികം പരിശ്രമിക്കുകയാണ്. സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് തത്രപ്പെടുന്നവരും ധാരാളമാണ്. പല രീതിയിൽ പല വ്യക്തികൾ അവരുടെയൊക്കെ മാനസികമായ വേദനകളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ
പ്രിയപ്പെട്ടവരെ, ഈ പുതിയ തലമുറയെ മനസ്സിലാക്കാനായിട്ട്, വേർതിരിവില്ലാതെ മനസ്സിലാക്കാനായിട്ട്, അവരായിരിക്കുന്ന അവസ്ഥയൊന്ന് അംഗീകരിക്കുവാനായിട്ട്, ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ജ്ഞാനത്തിലും പ്രായത്തിലും അങ്ങ് നസ്രത്തിലെ കുടുംബത്തിൽ വളർന്നു വന്നല്ലോ, അതുപോലെ ഞങ്ങളുടെ പൊന്നോമനകളും വളർന്നു വരുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, വിജയകരമായ യുവത്വത്തിന് ചില കാര്യങ്ങൾ ആവശ്യമാണ്. പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് യുവതി യുവാക്കൾ തയ്യാറാകണം എന്നുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ യൗവനകാലത്ത് തന്നെ നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം യുവജനങ്ങളെ വലിയ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുത്തു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ആട്ടിടയനായ ദാവീദിനെ ദൈവം വലിയ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. രാജാവായി വാഴിച്ചു വർഷങ്ങളോളം. ആട്ടിടയനായിരുന്നു. ആ യുവത്വത്തിൽ തന്നെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ഇനി നമുക്കറിയാം, ദാനിയേൽ പ്രവാചകനായിട്ട് ഉയരുന്ന ഒരു അവസ്ഥ. പരിശുദ്ധ അമ്മയുടെ ജീവിതവും ആ വിളിയിൽ പരിശുദ്ധ അമ്മ ആ സധൈര്യം മുമ്പോട്ട് വന്ന് ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നതും നമുക്കറിയാം. സ്നേഹമുള്ളവരെ, ദൈവം യുവാക്കളെ വിളിച്ചു, യുവതികളെ വിളിച്ചു, ദൈവം ശക്തിപ്പെടുത്തി. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായ കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു. മേൽപ്പറഞ്ഞ വ്യക്തികളൊക്കെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും ആ സ്വരത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴാണ് അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി, അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറിയത്. പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, നിങ്ങൾ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വരുമ്പോൾ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ്. ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ നിമിഷങ്ങളിൽ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇംഗ്ലീഷ് സെക്ഷനിൽ പ്രത്യേകിച്ച് എല്ലാ മെയ് മാസവും ജൂലൈ മാസവും യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം സംഘടിപ്പിക്കാറുണ്ട്. ഏകദേശം 25-26 വർഷമായി ഇങ്ങനെയുള്ള ധ്യാനങ്ങൾ സംഘടിപ്പിക്കുവാനായിട്ട് തുടങ്ങിയത്. മെയ് മാസം ഇന്ത്യക്കുള്ളിലുള്ള യുവജനങ്ങൾ മിക്കവരും ഏകദേശം 1500-1750 യുവതി യുവാക്കൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കും. ജൂലൈ മാസത്തിലെ ധ്യാനത്തിൽ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ അവധി ജൂലൈ മാസങ്ങളിലാണ് അവരുടെയൊക്കെ അവധി. ആ സമയത്തും ഇത്രയും നമ്പർ ഓഫ് പീപ്പിൾ ഇവിടെ വന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ഇവരുടെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട്. ഇവരുടെ പ്രാർത്ഥന അത് വലിയ ശക്തിയേറിയ പ്രാർത്ഥനയാണ്. കാരണം ജീവിതത്തെക്കുറിച്ചൊക്കെ അവർക്ക് ആദ്യ ദിനങ്ങളിലൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ വചനത്തോടൊക്കെ ആഗ്രഹമുണ്ട് അവർക്ക്. യുവതി യുവാക്കൾക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്. ഇനി ഇതിനു മുൻപ് ധ്യാനിച്ചു പോയവരൊക്കെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സാക്ഷ്യങ്ങളൊക്കെ കേട്ടെത്തിയ യുവതി യുവാക്കളുമുണ്ട് ഇങ്ങനെയുള്ള ധ്യാനങ്ങളിൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഇന്റർനാഷണൽ യൂത്ത് റിട്രീറ്റ് ഇവിടെ നടന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഇന്നർ ഹീലിംഗ് അഡോറേഷൻ, ആന്തരിക സൗഖ്യ ആരാധനയിൽ ഇവർ ഏകദേശം 1.5-2 മണിക്കൂർ നീളുന്ന ഒരു ആരാധനയാണ്. ഞാൻ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട്. നന്നായിട്ട് കുമ്പസാരിച്ചൊക്കെ ഒരുങ്ങി ദൈവത്തോട് അടുത്ത് വന്ന യുവതി യുവാക്കൾ ആ ആരാധനയിൽ പങ്കെടുക്കുന്നത് കാണുമ്പം നമുക്കൊരു വശത്ത് വലിയ സന്തോഷമുണ്ട്, മറുവശത്ത് ദൈവമേ ഇത്രമാത്രം എങ്ങനെ ഇവർക്ക് ഹൃദയം നുറുങ്ങി ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട്. കാരണം ഹൃദയം നുറുങ്ങി മനമുരുകി ചിലപ്പോൾ അവരുടെ കരച്ചിലുകൾ പോലും നമ്മൾക്ക് ആ ഹോളിൽ നിന്ന് കേൾക്കാം. അവരിങ്ങനെ കരയുന്ന ശബ്ദം, വിതുമ്പി കരയുന്നവരുണ്ട്, പൊട്ടിക്കരയുന്നവരുണ്ട്. ദൈവമേ കരുണയാകണമേ, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന ആ മക്കളുമുണ്ട്. അങ്ങനെ ഉരുകി അവർ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം എത്രമാത്രം ശക്തിയാണ്
ഈ യുവതി യുവാക്കൾക്ക് കൊടുക്കുക. ധ്യാനമൊക്കെ കഴിഞ്ഞ് അവർ പോകുന്നതിന് മുൻപ് പറയും, വലിയ സന്തോഷമായി, അടുത്ത കൊല്ലവും ഞങ്ങൾ വരും, കൂടുതൽ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരും എന്നൊക്കെ പറയാറുണ്ട്. അവരെങ്ങനെ പോയി പിന്നീടുള്ള വർഷങ്ങളിൽ വരും. അവർ പറയും, ഞങ്ങൾക്കൊരു ബേസ് ഇവിടെ നിന്ന് കിട്ടി, ഒരു അടിത്തറ കിട്ടി, സന്തോഷമായി, ഞങ്ങൾക്ക് നല്ല ജോലി കിട്ടി, പലപ്പോഴും കഴിവുണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, പക്ഷേ പലതരത്തിലുള്ള അടിമത്തങ്ങൾ മൂലം ഈ ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഈ ജോലി തുടർന്ന് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത യുവതി യുവാക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ പറയുന്നത് കാര്യം ഇതാണ്, ഈ അടിമത്തങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുവാനായിട്ട് സാധിച്ചു. പിന്നെ ഇപ്പോൾ വർഷങ്ങളായിട്ട് ജോലിയിൽ തന്നെ നിലനിൽക്കുവാൻ സാധിക്കുന്നു. ചിലർ പറയും, നല്ല സന്തോഷം കേട്ടോ, ചിലപ്പം 12 തൊട്ട് 14 മണിക്കൂർ വരെയൊക്കെ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യേണ്ടി വരും അച്ചോ, പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം കേട്ടോ, സമാധാനമാണ് കേട്ടോ എന്ന് പറയാറുണ്ട്. ചിലർ പറയും, ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ഞങ്ങൾ സമയം കണ്ടെത്തും, കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിക്കും. ചിലപ്പോൾ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ചിലപ്പം ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം. ഒന്ന് വിളിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിലേക്ക് പോകും. ആ ഏതെങ്കിലും പള്ളിയിൽ, തൊട്ടടുത്തുള്ള ഏതെങ്കിലും പള്ളിയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ശാന്തമായിട്ട് ഞങ്ങൾ ഇരിക്കുവാനായിട്ട് ശ്രമിക്കും. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ടോക്കിലൂടെയൊക്കെ കേൾക്കുവാൻ സാധിച്ച, ആരാധനയിലൂടെ അനുഭവിച്ചറിയാൻ സാധിച്ച അതേ ദൈവമാ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരിക്കുന്നെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഞങ്ങളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പം വലിയ ഉണർവാ ജീവിതത്തിന്, വലിയ ശക്തിയാ. ശനിയാഴ്ച കടന്നു പോകുന്നു, ഞായറാഴ്ച ഭയങ്കര സന്തോഷമാ, വീട്ടിലുള്ളവരോടൊക്കെ നന്നായിട്ട് ഇടപഴകുന്നു, ചിലപ്പോൾ ഒരു ചെറിയൊരു ഔട്ടിങ്ങിനൊക്കെ പുറത്തു പോകുന്നു. പിന്നെ ഈ ശനിയാഴ്ച പ്രദാനം ചെയ്ത ആ ശക്തിയുണ്ടല്ലോ, ആത്മീയമായ ശക്തി, അത് തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി ചെയ്യുവാനുള്ള ഒരു വലിയൊരു ശക്തി ഞങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. വലിയ സന്തോഷത്തോടെ യുവജനങ്ങൾ അവരുടെ കുടുംബങ്ങൾ പങ്കുവെക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കേണ്ടത്? നൈമിഷിക സുഖങ്ങളുടെ പുറകെ പോകുന്ന വ്യക്തികൾ ധാരാളമാണ്. നമ്മുടെയൊക്കെ ശരീരത്തിന് സന്തോഷം പ്രദാനം ചെയ്യുന്ന പല കാര്യങ്ങളുടെയും പുറകെ പോവുക. എന്നാൽ കുറെ കഴിയുമ്പം അതിനൊന്നും എന്നെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ലല്ലോ, ഞാൻ മൂലം എൻ്റെ ജീവിതവും പോയി, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതവും പോയി, അവർക്ക് നിരാശ മാത്രമേ സമ്മാനിക്കാനായിട്ട് സാധിച്ചുള്ളല്ലോ എന്നുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളും ധാരാളമാണ്. മറുവശത്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, പക്ഷേ ഇനി ഞാൻ ആ പഴയതിലേക്കൊന്നുമില്ല. കാരണം എന്താ? ഞാൻ ദൈവത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്, ദൈവമാണ് എൻ്റെ കൂടെയുള്ളത്. പിന്നെ എനിക്ക് നൈമിഷിക സുഖങ്ങൾ വേണ്ട, ശരീരത്തിൻ്റെ ചായ്ചലുകളിലേക്ക് എനിക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ തീരുമാനമെടുക്കുന്ന യുവതി യുവാക്കളും കുടുംബങ്ങളുമൊക്കെ ധാരാളമാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സ് അലഞ്ഞു തിരിയുന്നിടത്ത് ശരീരവും പതുക്കെ എത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. മനസ്സിൽ സത്ചിന്തകളും നല്ല ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ നമ്മളെത്തും. എന്നാൽ അതിൽ നിന്ന് വിപരീതമായ ചിന്തകളും നൈമിഷികമായ സുഖങ്ങൾ പ്രദാനം ചെയ്യുന്ന ചില കാര്യങ്ങളുമാണെങ്കിൽ അവിടെയും ശരീരമെത്തും. രണ്ടാമത്തെ തലങ്ങളിൽ ശരീരമെത്തിയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാ അടിമത്തങ്ങളിൽ നിന്ന് മാറുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഏതെങ്കിലും അടിമത്തങ്ങളിലൂടെ കടന്നുപോയാൽ പ്രാർത്ഥിക്കാം, ദൈവമേ, ഒരൊറ്റ വാക്ക് മതി അങ്ങേക്ക് ഞങ്ങളെ രക്ഷപ്പെടുത്തുവാനായിട്ട്. ഒരൊറ്റ വാക്ക്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജീവിതത്തിൽ ലക്ഷ്യവും ദൗത്യവും കണ്ടെത്തണം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ലക്ഷ്യവും ദൗത്യവും കണ്ടെത്തണം. നമുക്കറിയാലോ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ഒക്കെ ആരെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ
ജീവിതത്തിന് എന്താണ് അർത്ഥം? പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കപ്പെടുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ലക്ഷ്യവും ദൗത്യവും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കണം. എനിക്ക് അടുത്തു പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ഒരു സഹോദരൻ മാനസികമായി ശാരീരികമായ വെല്ലുവിളികളൊക്കെ നേരിടുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നാൽ അദ്ദേഹം വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. വളരെ ശാന്തമായിട്ട് ദൈവം തന്ന ആ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് 2 മക്കളുണ്ട്. ഇനി ഈ മക്കള് ഈ ശാരീരികമായ മാനസികമായ വൈകല്യം ബാധിച്ച വ്യക്തിയെ കരുതുന്നത്, ശുശ്രൂഷിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഈ സഹോദരന് എന്തെങ്കിലും ഒരു ശാരീരികമായ അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടായാൽ അവരുടെ അപ്പനോടും അമ്മയോടും പറയും, ഞങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് അവധിയാണ്, സ്കൂളിന് അവധിയാണ്, അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ അച്ചാച്ചനെ ടേക്ക് കെയർ ചെയ്തോളാം, അപ്പനും അമ്മയൊക്കെ ജോലിക്ക് പൊക്കോ, ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറയും. എന്നിട്ട് ഈ സഹോദരനൊപ്പം ഈ മക്കള് ചെലവഴിക്കുകയാണ് സമയം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വലിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചെറിയ മനസ്സിൽ തന്നെ, ആ കുഞ്ഞിളം മനസ്സുകളിൽ തന്നെ അത് കയറിയൊരു കാര്യമാണ്. ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും കാണുവാനായിട്ട് അംഗീകരിക്കുവാനുള്ളൊരു കൃപ. അവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ, ധാർമ്മിക മൂല്യങ്ങൾ കൈമുതലായി ഇവരുടെ കയ്യിലുണ്ട്. ഇവരതനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി നന്മ ചെയ്യുമ്പോൾ, ഇനി മറ്റൊരു വ്യക്തി ആ നന്മ സ്വീകരിക്കുമ്പോൾ, ഇനി ഈ വ്യക്തി ചെയ്യുന്ന നന്മ മറ്റൊരു വ്യക്തി കാണുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം എന്താ, ആ സമയങ്ങളിലൊക്കെ സെറാട്ടോണിൻ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ഹോർമോണാണ്. അങ്ങനെ വന്നു കഴിയുമ്പം ഒരു വ്യക്തി നന്മ ചെയ്യുമ്പോഴും സ്വീകരിക്കുന്ന വ്യക്തി, അത് കാണുന്ന വ്യക്തിക്കൊക്കെ സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അവർക്ക് സന്തോഷം കിട്ടുകയുമാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, സന്തോഷം അനുഭവിക്കുവാനായിട്ട് മറ്റു പല കാര്യങ്ങളിലേക്ക് വഴുതി പോകുമ്പോൾ ഒന്ന് ഓർക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു സന്തോഷം, ഒരു എനർജിയാണ് രൂപപ്പെടുന്നത് എന്ന്. അതോടൊപ്പം തന്നെ ശരിയായ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താ, അപ്പനും അമ്മയൊക്കെ അധ്വാനിച്ച് ദൈവവിശ്വാസത്തിലൊക്കെ മക്കളെ വളർത്തുന്നു. എന്നാൽ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, അവരുടെ സഹപാഠികളുടെ സ്വാധീനം വളരെ വലുതാണ്. ആ സഹപാഠികളുടെ സ്വാധീനത്തിലേക്ക് അടിമപ്പെട്ടു പോയ ധാരാളം യുവതി യുവാക്കളെയൊക്കെ എനിക്കറിയാം. ചിലപ്പോൾ അവർ ചോദിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഡ്രസ് കോഡ്, അപ്പനും അമ്മയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പം അവരുടെ കൂട്ടുകാർ പറയുന്ന ഡ്രസ് കോഡ് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അത് ചിലപ്പം ചില വ്യക്തികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഡ്രസ് കോഡായിരിക്കാം. ഇനിയുള്ളത് മറ്റു പല കാര്യങ്ങളുണ്ട്. ഒരാൾ പറയും, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്, ബോയ് ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെ മണിക്കൂറുകൾ ദിവസങ്ങളൊക്കെ ചിലവഴിക്കാറുണ്ട്. എന്നാൽ ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയാണെങ്കിൽ കമ്പൽ ചെയ്ത് നീയും അങ്ങനെ ആ വഴി സ്വീകരിക്കണമെന്ന് പറയും. അവസാനം പല അബദ്ധങ്ങളിലേക്കും ചെന്നു ചാടുന്നവരുമുണ്ട്. കൂടാതെ നമുക്കറിയാലോ, ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ. എങ്ങനെയാണ് ഇത് സംഭവിക്കുക? കാര്യങ്ങളെല്ലാം നന്നായിട്ട് അവർക്ക് മാതാപിതാക്കളും പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാൽ സുഹൃത്ത് വലയങ്ങളിൽ പെടുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ പറയും, നീ എന്തിനാ ഈ ആപ്പുകളൊക്കെ ഇരുന്ന് പഠിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കഴിച്ചാൽ മതി, നീ അധികം പഠിക്കണ്ട, അത് പെട്ടെന്ന് മനസ്സിലേക്ക് കയറിക്കൊള്ളൂ എന്ന്. പാവം വിദ്യാർത്ഥികൾ അത് വിശ്വസിച്ച് ആദ്യം ഒന്ന് എടുത്തു നോക്കും. പിന്നെ രണ്ടാമത്തെ ദിവസം ഇതില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്ന അവസ്ഥ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള ഒരു ആശുപത്രിയിൽ ഇതുപോലെ ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിതം താറുമാറായ യുവതി യുവാക്കളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ കേട്ടിരിക്കാം.
പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ഇൻഫ്ലുവൻസിലേക്കൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ധാരാളമാണ് ഇന്ന്. അങ്ങനെയെങ്കിൽ ശരിയായ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സുഹൃത്തുക്കൾ ആരാണെന്നറിയാൻ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും സാധിക്കണം. സ്നേഹമുള്ളവരെ, അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ മറുവശത്ത് ഒത്തിരി നല്ല കാര്യം ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. ഒരുമിച്ച് ടീം വർക്ക് ചെയ്യുന്നവർ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ടീനേജേഴ്സ്, യുവജനങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഈ വൃദ്ധസദനങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകുന്നതിനെ കുറിച്ച്. അതുപോലെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്ന യുവതി യുവാക്കളുണ്ട്. പ്രത്യേകിച്ച് ഗുഡ്നസ് കൂട്ടായ്മയിൽ യുവതി യുവാക്കൾ പ്രവർത്തിക്കുന്നുണ്ട് വളരെ ആക്റ്റീവായിട്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സെക്ഷനിലൊക്കെ നന്നായിട്ട് അവർ പ്രവർത്തിക്കുന്നു. ലോകം മുഴുവൻ വചനം എത്തിക്കുവാനുള്ള ആ ഒരു വലിയൊരു ശുശ്രൂഷയിൽ അവർ ഏർപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഷാലോ മിനിസ്ട്രി, ജീസസ് യൂത്ത് മിനിസ്ട്രി, അവിടെയെല്ലാം ഈ യുവതി യുവാക്കൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സംഭാവനകൾ അവർക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യുവതി യുവാക്കളാണ് നമ്മുടെ ശക്തി, സഭയുടെ ശക്തി. അവരൊന്നും വഴിമാറി സഞ്ചരിക്കുവാനായിട്ട് ഇടയാകരുത്. ഏതെങ്കിലും രീതിയിൽ, ഏതെങ്കിലും കാര്യങ്ങളിൽ അവർക്ക് മാതൃക കൊടുക്കുവാനായിട്ട് സഭയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്കോ സാധിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് മാപ്പ് ചോദിക്കാം. അവരാണ് നമ്മുടെ ശക്തി. ദൈവത്തെ കാണിച്ചു കൊടുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും, ഈ പറയുന്ന ഞാനടക്കം. ആ ഒരു വലിയൊരു ശക്തി സ്വീകരിച്ചുകൊണ്ട് അവർ ഈ ലോകത്തെ ഒന്ന് ക്രമപ്പെടുത്തും. പലതിൻ്റെയും പിന്നാലെ ആൾക്കാർ പോകുമ്പോൾ എന്തിൻ്റെ പുറകെ പോകണം, ഏതിലേക്ക് പോയാലാണ് സന്തോഷവും സമാധാനം കിട്ടുക എന്നുള്ളത് ഇവർ തന്നെ പഠിപ്പിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ കുടുംബ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള യുവതി യുവാക്കളുടെ കഴിവുകളൊക്കെ കണ്ടെത്തുവാനായിട്ട് നാം ശ്രമിക്കണം. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്, ചില ഇടവകളിൽ കേരളത്തിൽ തന്നെ യുവജന സംഘടനയുണ്ട്. വളരെ ശക്തിയേറിയ പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ട്. ചിലരൊക്കെ നമ്മുടെ കൊയർ മിനിസ്ട്രിയിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടുള്ള ഒരു സംഘടന, KCYM പോലുള്ള സംഘടനകളൊക്കെ പ്രവർത്തിച്ച്, അതോടൊപ്പം ജീസസ് യൂത്ത് പോലുള്ള സംഘടനകളൊക്കെ പ്രവർത്തിച്ച് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങളെ, പാവപ്പെട്ട വിദ്യാർത്ഥികളെയൊക്കെ അവർ ചെയ്യുന്ന സംഭാവനകൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളിൽ ചില യുവതി യുവാക്കളൊക്കെ 1 മിനിറ്റ് റീൽസൊക്കെ ഇറക്കാറുണ്ട്. പ്രത്യേകിച്ച് അത് പാട്ടിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ചിന്തകളിലൂടെ ആയിരിക്കാം, ചെറിയൊരു വചന പ്രഘോഷണങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം. അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് തയ്യാറാകണം. അവരുടെ ശക്തി നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും, പ്രത്യേകിച്ച് ടീനേജേഴ്സിനെയും യുവതി യുവാക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ കരങ്ങളിലെ ശക്തിയേറിയ ഉപകരണമാക്കി ഞങ്ങളുടെ മക്കളെ അങ്ങ് മാറ്റണമേ. ആമേൻ.